ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിൽ ഒരു പച്ചക്കറികളുമില്ല ഒന്നുമില്ല ഒക്കെ വാങ്ങാനായിരിക്കും. പക്ഷേ നമുക്ക് പോയി വാങ്ങാനുള്ള ടൈമും ഇല്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വളരെ എളുപ്പത്തിൽ എന്നാൽ പച്ചക്കറികളൊന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സംഭവങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നാളികേരം, പിന്നെ തൈര്. പുളിയുള്ള തൈരാണെങ്കിൽ അധികം എടുക്കണ്ട, പുളി ഇല്ലാത്തത് വെച്ചാൽ കുറച്ച് അധികം എടുത്തോളൂ. ഞാനിപ്പോൾ പുളി ഇല്ലാത്ത തൈര്, അധികം പുളി ഇല്ലാത്ത തൈര് എന്തായാലും ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 ചുള ചെറിയ ഉള്ളി, 2 ചുള വെളുത്തുള്ളി, പിന്നെ വറവിനായിട്ട് കടുക്, ഉലുവ, വറ്റൽമുളക്, കരുവേപ്പില, പിന്നെ വെളിച്ചെണ്ണ അവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിന് വേണ്ടൂ. ടപ്പേ 2 സ്റ്റെപ്പ്, അതോടുകൂടി നമ്മുടെ കറി റെഡി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച നാളികേരം, അതുപോലെ തന്നെ തൈര് നമുക്ക് അരയാനുള്ളത് ആദ്യം ആക്കി കൊടുക്കാം, പിന്നെ ബാക്കിയുള്ളത് പിന്നെ ആക്കാം കേട്ടോ. മറ്റേത് എന്താ പറയുക, തെറിക്കും നമ്മൾ അരയ്ക്കുമ്പോൾ. അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം ഇതാ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കൊരു മൺചട്ടിയിലേക്കോ ചീൻചട്ടിയിലേക്കോ നോൺ സ്റ്റിക്ക് ബൗളിലേക്കോ എന്തെങ്കിലും മാറ്റിയിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു നോൺ സ്റ്റിക്ക്, ഞാൻ നാട്ടിൽ നോൺ സ്റ്റിക്ക് ബൗളിനാണ് കാരണം നോൺ സ്റ്റിക്ക് ചട്ടിയിലുള്ള മനസ്സിലായിട്ടുണ്ടാവും, നോൺ സ്റ്റിക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പുളി നോക്കിയിട്ട്, ഞാൻ പുളി നോക്കിയിരുന്നു കുറച്ചും കൂടെ പുളിയാവാൻ, ബാക്കിയുള്ള തൈരും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ, കുറച്ചൊരു കട്ടിയിലാണ് ഈ കറി വേണ്ടത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കട്ടെ. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ മുഴുവനായിട്ട് തിളച്ചാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വാങ്ങിച്ചു വെക്കും. എന്നിട്ടൊരു വറവും കൂടെ ചെയ്യാണ്ടേ. മൊത്തത്തിൽ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, കാരണം പച്ചച്ചുവയായിട്ടൊന്ന് മാറണം. നമ്മുടെ വെള്ളുള്ളിൻ്റെ ആണെങ്കിലും ചെറുള്ളിൻ്റെ ആണെങ്കിലും അതേപോലെ നാളികേരത്തിൻ്റെ ആണെങ്കിലും മുളക് പൊടിയുടെ ആണെങ്കിലും ഒക്കെ പച്ചച്ചുവയൊന്ന് മാറണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് വറവിനുള്ളത് നോക്കാം. അപ്പോൾ ഇതാ വറവിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇടാം. ആദ്യം കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ട് ഉലുവ ഇടാം. നമുക്കിത് കറിയിലേക്ക് മാറ്റാം. ഇത്രയേ വേണ്ടൂ കേട്ടോ. നമുക്ക് കുറച്ചേരം അടച്ച് വെച്ചതിന് ശേഷം സെർവ്. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറി വിത്തൗട്ട് എനി പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യൂ. വളരെ സിമ്പിളാണ്. ഒരു വിത്തിൻ 5 to 10 minutes നമ്മുടെ പണി കംപ്ലീറ്റ് കഴിയും. കുറച്ച് നാളികേരം ചെരുവിയത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.